ഈശ്വമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട നാം അതേ ദൈവത്തിൽ തന്നെ എത്തിച്ചേരാനുള്ള ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ ഒത്തിരിയേറെ വീഴ്ചകള്, കുറവുകള്, പ്രലോഭനങ്ങളൊക്കെ നമുക്കുണ്ടാവാറുണ്ട്, ഇല്ലേ? ഈ പ്രലോഭനങ്ങളിലെല്ലാം നാം ഒരിക്കലും തനിച്ചല്ല. പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ട്. തിന്മയിൽ നിന്നും കാത്തു സംരക്ഷിക്കാൻ കാപ്പയുടെ കീഴിൽ നിരന്തരം കാത്തു പരിപാലിക്കുന്ന സ്വർഗം സമ്മാനമായി നൽകിയ ഒരമ്മ, പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ രണ്ടാം വത്തിക്കാൻ പ്രമാണരേഖയിൽ പറഞ്ഞു വെക്കുക ആദ്യത്തേതും യഥാർത്ഥവുമായ ക്രിസ്തു ശിഷ്യ എന്നാണ്. അമ്മ എങ്ങനെയാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യയായത്? അവൾ വചനത്തോട് വിധേയത്വം പുലർത്തി, വിശ്വസ്തത പുലർത്തി. ഇത്ര തന്നെ. ഈ വിധേയത്വവും വിശ്വസ്തതയും എങ്ങനെയാണ് പുലർത്തിയതെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാം. വചനം ഗ്രഹിച്ചവൾ. മറിയത്തിന് മാലാഖയുടെ സന്ദേശം ലഭിച്ചപ്പോൾ ആ വചനം അപ്പാടെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അതിനുവേണ്ടി ഏറ്റെടുക്കേണ്ടി വന്ന എല്ലാ ത്യാഗങ്ങളും വേദനകളും അവൾ മനസ്സാ സ്വീകരിച്ചു. അതുകൊണ്ട് വചനത്തെ വേണ്ട രീതിയിൽ തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. നാമും അനുദിനവും വചനം വായിക്കുന്നവരും വചനം ശ്രവിക്കുന്നവരുമാണ്. നമുക്ക് വചനത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം എങ്ങനെയാണ്? വചനത്തോട് വേണ്ട വിധം ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? വചനം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ ഹൃദയം കൊണ്ട് വചനത്തെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായി പറയുമ്പോൾ അവൾ വചനത്തെ വളർത്തി എന്നാണ് പറയുക. അവൾ എങ്ങനെയാണ് വചനത്തെ വളർത്തിയത്? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ വചനത്തെ വളർത്തിയ വഴികൾ. ഈ വചനം സ്വീകരിച്ച നാൾ മുതൽ, മംഗളവാർത്ത മുതൽ ഹൃദയത്തിൽ സ്വീകരിച്ച വചനമാംസമായ ഈശോയ്ക്ക് വേണ്ടി അവൾ ഒത്തിരിയേറെ കഷ്ടതകൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഒത്തിരിയേറെ യാതനകളുടെ വഴി താണ്ടേണ്ടി വന്നു. അതൊന്നും വകവയ്ക്കാതെ യേശുവിന് വേണ്ടി ജീവിതം തന്നെ അവൾ മാറ്റിവെച്ചു. അതുകൊണ്ടാണ് അവൾ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യയായി മാറിയത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തെ വളർത്തേണ്ട രീതി അവൾ പറഞ്ഞു തരികയായിരുന്നു. വചനം തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കി ആ വചനം ജീവിച്ച ഒത്തിരിയേറെ വിശുദ്ധരെ നമുക്ക് കാണാനായിട്ട് കഴിയും. വിശുദ്ധ അൽഫോൻസാമയെ തന്നെ എടുക്കുമ്പോൾ, ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും എന്ന വചനം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സഹനത്തെ രക്ഷാകരമാക്കി മാറ്റിയവളാണ്. അതുപോലെ തന്നെ മാക്സിമിലിയൻ കോൾബെ, സ്വന്തം സഹോദരന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവൻ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിതം മറ്റ് അപരന് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ മദർ തെരേസ ഏറ്റവും ചെറിയ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന വചനം സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വിശുദ്ധ വ്യക്തിയാണ്. നമുക്കും ഈ വിശുദ്ധരെ അനുകരിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം വചനത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ഒരു ശിഷ്യയായി മാറുവാൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം. അമ്മയുടെ കാപ്പയുടെ കീഴിൽ ഞങ്ങളെ നിരന്തരം കാത്തുപരിപാലിച്ച് അമ്മ വചനത്തോട് കാണിച്ച അതേ വിശ്വസ്തത, അതേ വിധേയത്വം എന്നും ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ അമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.